ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗ സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ സീരിയൽ നമ്മുടെ ക്ലൈമാക്സിലായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന ഭാഗം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വക്കീലാണ്, അതായത് എതിർഭാഗം വക്കീലാണെങ്കിൽ കിരണിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് ഗംഗപ്രസന ഈ പറഞ്ഞ വേലായുധ അയാളെ തലക്കടിച്ചു, അതിനു മുമ്പ് നിങ്ങൾ ശക്തിയായിട്ട് അയാളെ ചാവണ രീതിയിലേക്ക്, അതായത് ഇഞ്ച പരിവാകുന്ന രീതിയിലേക്ക് നിങ്ങൾ അടിച്ച് അവശനാക്കി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട്, സാറേ അന്ന് ഓഡിറ്റോറിയത്തിൽ അവൻ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞങ്ങൾ സമ്മതിച്ച കാര്യമാണല്ലോ. പക്ഷെ പിന്നീടൊന്നും അന്ന് നിങ്ങൾ പറയുന്നതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ് സാറേ. ആരും അവന് തലക്കടിച്ചിട്ടില്ല. ഈ പറയുന്ന വേലായുധൻ ആദ്യം സമ്മതിച്ചതാ സാറേ തലക്കടിച്ചു എന്ന്. എന്നിട്ട് ഇപ്പോ വാക്ക് മാറ്റി സംസാരിക്കുകയാണ്. അല്ല, ഈ പറയുന്ന ഗംഗപ്രസാദിനെ ഇതിനു മുമ്പും കിരൺ ഉപദ്രവിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണ്ട്, സാറേ ഞാൻ മാന്യമായിട്ട് അന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗംഗപ്രസാദിന്റെ അനിയത്തിയാണ് ഈ പറയുന്ന കാർത്തിക ഇവിടെ വന്നിട്ടുണ്ട്. കാർത്തികയുടെ അമ്മേനെ അവൻ തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം കൊല്ലാൻ നോക്കി. അവര് മരണ പേടി കൊണ്ടിട്ടാണ് കേരളത്തിലേക്ക് വന്നത്, അവരുടെ ബന്ധുക്കളായി ഞങ്ങൾ സഹായിക്കോന്ന് വെച്ചിട്ട്. അങ്ങനെ അവൻ വന്ന സമയത്ത് ഒരു പ്രാവശ്യം കൊല്ലാൻ വേണ്ടി പോയപ്പോഴേക്കും ഞാൻ തന്നെയാണ് അവനെ അടിച്ച് അവശനാക്കിയിട്ട് പോലീസുകാർക്ക് കൈമാറിയത്. എനിക്ക് അവനെ കൊല്ലണമെങ്കിൽ അന്ന് സുഖമായിട്ട് കൊല്ലായിരുന്നല്ലോ സാറേ എന്ന് വക്കീലോട് ചോദിക്കുമ്പോ വക്കീല് പറഞ്ഞിട്ട്, എടോ കിരണേ, ഈ പറഞ്ഞ ഗംഗപ്രസാദ് ശരിയാണ്, താൻ അടിച്ച് അവശനാക്കി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷെ അതിനുശേഷമാണല്ലോ ഗംഗപ്രസാദ് തന്റെ അമ്മായിയമ്മ, അതായത് കല്യാണിയുടെ അമ്മേനെ കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് താൻ ഒരു പ്രതിജ്ഞ എടുത്തത് ഗംഗപ്രസാദിനെ കൊല്ലുമെന്ന്. അതിനുശേഷം താൻ അയാളെ കൊല്ലുകയും ചെയ്തു. ഇല്ല സാറേ, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അന്ന് അവൻ ഓഡിറ്റോറിയത്തിൽ വന്നുള്ളത് സത്യം തന്നെയാണ്. ഞങ്ങൾ ആരെ അറിയിക്കാതാണ് വിവാഹം നടന്നത്, അവൻ വരുമോ എന്നുള്ള ഭയത്തില്. കല്യാണം നടക്കുന്ന ആ ഒരു മുഹൂർത്ത സമയത്ത് പെണ്ണിനെയും ചെക്കന്റെ നേരെ തോക്ക് ഉയർത്തി അവൻ നിൽക്കുമായിരുന്നു കൊല്ലാനായിട്ട്. അത് പെട്ടതാണ് എന്റെ കണ്ണിൽ പെട്ടത്. ഞാൻ അവനെ കൊണ്ട് ആ ഗോഡൌണിലേക്ക് പോയിട്ട് അവനെ ശരിക്കും അടിച്ചായിരുന്നു. അവൻ എന്നെ ഉപദ്രവിച്ചായിരുന്നു. തോക്ക് കൊണ്ട് നിന്ന് അവന് പിന്നെ എന്താ സാറേ ചെയ്യേണ്ടത്? അങ്ങനെ അവനെ ഉപദ്രവിച്ച് അവശനാക്കിയ നിലയിലായപ്പോഴേക്കും അവൻ എന്റെ കണ്ണിലേക്ക് ഒരു പിടി മണ്ണ് വാരിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് സർ ചെയ്തത്. അതിനുശേഷം എന്ത് സംഭവിച്ചത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറയാണ്. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, അതിനുശേഷമാണ് ഈ പറഞ്ഞ വേലാതൻ അവന്റെ തലക്കടിച്ച് വീഴ്ത്തിയത്. ഗംഗപ്രസാദ് രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് തലക്കടിച്ച് വീഴ്ത്തുകയും പിന്നീട് ഈ കിരണും രതീഷും വേലും കൂടി ചേർന്നിട്ട് അവന് കാറിൽ കയറ്റി എവിടെയോ കൊണ്ടുവന്നില്ലെങ്കിൽ വല്ല പുഴയിലും കെട്ടി ഒഴുക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വിജനമായ സ്ഥലത്ത് കുഴിയെടുത്ത് കുഴിച്ചിട്ടുണ്ടാവും. അതാണ് സംഭവിച്ചിട്ടുണ്ടാവുക ബഹുമാനപ്പെട്ട യുവർ ഓണർ എന്നൊക്കെ വക്കീൽ ഇങ്ങനെ പറയണം. അപ്പോ രതീഷ് പറയുന്നുണ്ട്, ഇല്ല ഈ പറഞ്ഞതൊക്കെ സത്യമല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. കല്യാണ സമയത്ത് ഞങ്ങൾ എല്ലാവരും കല്യാണം കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. ഞങ്ങൾ കാർ ഓടിച്ച് എവിടെയും പോയിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും ആ വക്കീല് പറയുന്നുണ്ട്, ആദ്യം ആ കിരണാണ് ആ കാറായിട്ട് ഓഡിറ്റോറിയത്തിന്റെ പിൻവശത്തേക്ക് വന്നത്. അതിനുശേഷം ആ കാർ ഓടിച്ച് പിന്നീട് പോയത് ഈ പറയുന്ന മൂന്നാം പ്രതിയായ രതീഷും ആദ്യ പ്രതിയായ വേലായുധനും കൂടി ചേർന്നിട്ടാണ് ആ കാർ പിന്നീട് എടുത്ത് ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഞാൻ കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വക്കീല് പറയാണ്. അതിനുശേഷം അവിടെ പോയി ഇരിക്കാട്ടോ വക്കീല്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കേസില് 1, 2, 3 പ്രതികളായ കിരണിനെയും വേലായുധത്തിനെയും രതീഷിനെയും പരമാവധി ശിക്ഷ കൊടുത്ത് അതാണ് അവരെ ശിക്ഷിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് ആ വക്കീൽ അവിടെ പോയിരിക്കുകയാണ്. അപ്പൊ ജഡ്ജി പറയുന്നുണ്ട്, ഇനി നവീൻ വക്കീലിന് പ്രൊസീഡ് ചെയ്യാന്ന് പറയാണ്. അപ്പൊ നവീൻ വരുന്നുണ്ട്. എന്നിട്ട് വേലായുധനോട് ചോദിക്കണ്ട, നിങ്ങൾ ആ പ്രതിയുടെ തലക്കടിച്ചിരുന്നോ? ഇല്ല സർ, ഞാൻ തലക്കടിച്ചിട്ടില്ല എന്ന് പറയാണ്. കോടതി എടുത്ത് പറയുന്നുണ്ട്, ഈ പറയുന്ന ഗംഗപ്രസാദ് ശരിക്കും പറഞ്ഞാൽ 3, 4, 5 കൊല ചെയ്ത ഒരാളാണ്. അയാള് കേരളത്തിലേക്ക് വന്നിട്ട് ഒരുപാട് പേരെ ഇവിടെയും കൊല്ലാൻ നോക്കിയതാണ്. ഗംഗപ്രസാദിന് വേലായുധൻ തലക്കടിച്ചിട്ടില്ല. പോലീസുകാരുടെ ഭയങ്കരമായിട്ട് 3-ാം മുറ കൊണ്ടിട്ട് അയാള് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നതാണ്. ഈ പറഞ്ഞ വേലായുധന് പുറമെ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട് യുവർ ഓണർ എന്ന് പറയാണ്. ശേഷം നവീൻ വക്കീല് പറയണ്ടേ, എനിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ വിചാരണ ചെയ്യണം, യുവർ പ്രൊസീഡ് എന്ന് ജഡ്ജി പറയുമ്പോഴേക്കും കാർത്തികനെ വിളിക്കുകയാണ്. കാർത്തിക അങ്ങനെ പ്രതിക്കൂട്ടി വന്നിരിക്കുന്നുണ്ട്. കാർത്തിക ചോദിക്കുന്നുണ്ട്, കാർത്തിക പ്രസാദ് സന്ദീപ് അല്ലെ? അതെ എന്ന് പറയാണ്. കാർത്തികയുടെ ചേട്ടനാണോ ഈ ഗംഗപ്രസാദ്? അതെ, എന്റെ ഏട്ടനാണ്. നേരാങ്ങളെയാണോ അതോ? അല്ല, എന്റെ അമ്മ 2ാമത് വിവാഹം കഴിച്ചത് ഗംഗപ്രസാദിന്റെ അച്ഛനെയാണ്. അന്ന് അമ്മ വിവാഹം കഴിച്ച സമയത്ത് അവന് 3 വയസ്സായിരുന്നു. അന്ന് മുതൽ എന്റെ അമ്മ തന്നെയായിരുന്നു അവന്റെ അമ്മയും. പിന്നീട്
ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി അവൻ ചീത്തക്കൂട്ടിലേക്ക് പോയി പെട്ടു. അവന്റെ സ്വഭാവം പെട്ടെന്നാണ് മാറിയത്. പിന്നീട് എന്റെ അമ്മേനെ അവനെ കണ്ണെടുത്താ കണ്ടൂടാ. എന്നോടും ദേഷ്യം തന്നെയാണ്. അച്ഛനോടും എപ്പോഴും വഴക്കുണ്ടാക്കും. 3-4 പ്രാവശ്യം അച്ഛനെ കൊല്ലാൻ വേണ്ടി വരെ നോക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അച്ഛനെ പരിക്ക് പറ്റി അച്ഛൻ ഹോസ്പിറ്റലിൽ മരണസമയത്ത് കിടക്കുമ്പോ പോലും അച്ഛനെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ്. അന്ന് അച്ഛൻ അവന്റെ പേരിൽ സ്വത്തുക്കളൊന്നും എഴുതാതെ പകുതി സ്വത്തുക്കൾ എന്റെയും അമ്മയുടെയും പേരിലേക്ക് എഴുതി വെച്ചു. അന്ന് തുടങ്ങിയ വൈരാഗ്യമാണ് അവന്. പിന്നീട് അച്ഛൻ മരിച്ചപ്പോഴേക്കും സ്വത്തുക്കളൊക്കെ അവനെ കിട്ടാനായിട്ട് അവൻ എന്നെയും എന്റെ അമ്മേനെയും കൊല്ലാൻ നോക്കി. അവന്റെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുമുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ചിട്ടാണ് ഞങ്ങൾ അവസാനം അവിടെ നിന്ന് ഓടി കേരളത്തിലേക്ക് വന്നത് എന്ന് പറയാണ്. ശരി, കാർത്തികക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക അവിടുന്ന് പോവാണ്. നവീൻ പറയുന്നുണ്ട്, ഈ പറയുന്ന ഗംഗപ്രസാദ് പോലീസിൽ 5 കൊലപാതകങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പോലീസിൽ പെടുന്ന കേസ് മാത്രം, അത് പെടാത്ത കേസുകൾ ഒരുപാട് കൊലപാതകം ചെയ്തിട്ടുണ്ട്. 9-10 കൊലപാതകങ്ങൾ മൊത്തം ചെയ്തൊരു പിടികിട്ട പുള്ളിയാണ് ഈ പറയുന്ന ഗംഗപ്രസാദ് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കേസ് തെളിയിക്കാൻ വേണ്ടി എനിക്ക് ഒരാളെ കൂടി വിചാരണ ചെയ്യണമെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാണ് ജഡ്ജി. അങ്ങനെ CA മാർട്ടിനെ വന്ന് കൊണ്ട് നിർത്തുവാട്ടോ. അവിടെ പ്രതിക്കൂട്ടി നിർത്താണ്. CA മാർട്ടിനോട് നവീൻ ചോദിക്കുന്നുണ്ട്, മാർട്ടിൻ ജോസഫ് അല്ലെ? അതെ എന്ന് പറയാണ്. അപ്പൊ മാർട്ടിൻ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിക്കാണ് നവീനോട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് തെളിയിക്കെന്ന് പറയുമ്പോ നവീൻ കോടതിയിലേക്ക് വരട്ടെ, ഈ കേസ് എങ്ങനെ തെളിയിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് നവീൻ പറഞ്ഞ ഡയലോഗൊക്കെ ആ CA മാർട്ടിൻ ആ സമയത്ത് ആലോചിക്കുന്നു കേട്ടോ. അപ്പൊ ചോദിക്കുന്നുണ്ട് നവീൻ, അല്ല ഈ പറയുന്ന ഗംഗപ്രസാദ്, ഈ പറയുന്ന മാർട്ടിൻ സാറ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ചാർജ് ചെയ്തത് എത്ര മാസമായി ചോദിക്കുമ്പോ ഞാൻ വന്നിട്ട് 3 മാസമായി. ഓക്കെ, ഗംഗപ്രസാദ് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 ആഴ്ചയായിട്ടുള്ളൂ. അതിനു മുമ്പ് ഈ ഗംഗപ്രസാദിനെ കാണാനില്ല, അവനെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നൊക്കെ കേരള പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള പോലീസിന്റെ ഉന്നതയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊക്ക് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചിട്ടേ ഇല്ല. അതെന്താ അന്നൊന്നും സത്യസന്ധമായിട്ട് കേസ് അന്വേഷിക്കണം. CA മാർട്ടിൻ ഗംഗപ്രസാദിന്റെ കേസ് അന്വേഷിക്കാതിരുന്നത്? അത് എന്റെ പരിധിയിലുള്ള ഏരിയ അല്ലായിരുന്നു. ആര് പറഞ്ഞു? ഈ പറഞ്ഞ ഗംഗപ്രസാദെ മതില് ചാടി വന്ന ഓഡിറ്റോറിയം അങ്ങയുടെ പരിധിയിലാണോ എന്ന് ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതിരിക്കാണ്ട് മാർട്ടിൻ കേട്ടോ. അപ്പോ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അന്വേഷിക്കുള്ളൂ. കൊള്ളാം. എന്നാലും CA മാർട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് എല്ലാ പോലീസ് സ്റ്റേഷനിലും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇയാൾക്ക് ഏതെങ്കിലും കേസ് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ ഉള്ള പ്രതികളെ വെച്ച് അവരെ കുറ്റക്കാരാക്കി ആ കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മാന്യനായിട്ടുള്ള ഒരു മുഖംമൂടി ഇയാൾക്കുണ്ട്. യുവർ ഓണർ, ഇയാൾ അങ്ങനെയാണ്. ഇയാൾക്കൊരു കേസ് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ കിട്ടിയ പ്രതികളെ കുറ്റവാളികളാക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് CA മാർട്ടിൻ എന്ന് പറയാണ് നവീന്. അപ്പൊ മാർട്ടിൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഒന്നും പറയാനും പറ്റില്ലല്ലോ, അത് സത്യമല്ലല്ലോ. അതിനുശേഷം ഈ പറയുന്ന വേലായുധനെ നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അയാൾ ഉപദ്രവിച്ചിട്ടില്ല, വെറുതെ പറയാണ്. ഇവര് ഉപദ്രവിച്ചു, ഇന്റർണൽ ഇഞ്ചുറി നന്നായിട്ട് വേലായുധന്റെ ശരീരത്തിലുണ്ട് എന്ന് പറയണം. ആ ദിവസം ശരിക്കും പറഞ്ഞാൽ ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു യുവർ ഓണർ. അത് ഞാനും സമ്മതിച്ചു എന്ന് നവീൻ പറയണ്ട്. അന്ന് കാർത്തികയുടെ ദിലീപിന്റെ നേർക്ക് അവൻ നിറയൊഴിക്കാൻ പോയിട്ട് പോകുന്ന സമയത്താണ് കിരൺ അവനെ അടിച്ച് അവശനാക്കിയത്. ശേഷം രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ തന്നെ അടിയും വഴക്ക് അവിടെ ഉണ്ടായിരുന്നു. അവസാനം ഗംഗപ്രസാദ് രക്ഷപ്പെടാൻ വേണ്ടി കയ്യിൽ കുറച്ച് മണ്ണ് വാരി കിരണ്ട കണ്ണിലേക്ക് എറിഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. അതിനുശേഷം അവനെ പിന്നീട് കണ്ടിട്ടേ ഇല്ല. അതാണ് സത്യം എന്ന് പറയുമ്പോഴേക്കും മറ്റേ വക്കീല് പറയുന്നുണ്ട്, എങ്കിൽ ഗംഗപ്രസാദിന്റെ ഡെഡ് ബോഡി എവിടെ? അത് അവിടെ നിന്ന് പറന്നു പോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ CA മാർട്ടിൻ പറഞ്ഞിട്ട്, ഇവർ ഓണർ, ആ ഡെഡ് ബോഡി തലക്കടിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത്. ആ ഇരുമ്പ് തണ്ട് അവിടെ തന്നെയുണ്ട് എന്ന് പറയാണ്. അപ്പൊ നവീൻ പറയണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇരുമ്പ് തണ്ട് ഉപയോഗിച്ചിട്ടാണ് വേലായുധൻ ഗംഗപ്രസാദിനെ കൊന്നൂന്ന്. അതെ, അത് അയാൾ സമ്മതിച്ച കാര്യമാണ് യുവർ ഓണർ. ശരി, എങ്കിൽ ആ ഇരുമ്പ് തണ്ടിൽ പതിഞ്ഞിരിക്കുന്ന കൈയടയാളങ്ങൾ ആരുടെയാണെന്ന് നിങ്ങൾ പരിശോധിച്ചായിരുന്നോ? സാധാരണ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ അങ്ങനെ പരിശോധിച്ച് വേലായുധനെയാണെന്ന് ഉറപ്പ് വരുത്തിയായിരുന്നോ? ഇല്ല എന്ന് CA മാർട്ടിൻ പറയാണ്. അപ്പൊ നവീൻ ജഡ്ജി എടുത്ത് പറയണ്ട്, കണ്ടില്ല യുവർ ഓണർ, അത് ആ വിരലടയാളങ്ങൾ ആരുടെയാണെന്ന് പോലും പരിശോധിക്കാതെയാണ് ആദ്യ പ്രതി വേലായുധനാണെന്ന് പറഞ്ഞിട്ട് ഇവര് വിധി എഴുതിയത്. എങ്കിൽ ആ ഒരു ഇരുമ്പ് തണ്ടിൽ ഞാൻ പരിശോധനക്ക് കൊടുത്തിരുന്നു യുവർ ഓണർ. അതിൽ പതിഞ്ഞിരിക്കുന്ന വിരലടയാളങ്ങൾ വേലായുധന്റെ അല്ല, അത് മറ്റൊരാളുടെയാണ് എന്ന് പറയുമ്പോ നമ്മുടെ കിരണും വേലും രതീഷും എല്ലാം ഞെട്ടി ഇങ്ങനെയൊക്കെ നോക്കുവാട്ടോ. അപ്പൊ നവീൻ പറയണ്ട്, ആ വിരലടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ആരുടെയാണെന്ന് പറയാൻ പോകുന്ന ഭാഗത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ പ്രകാശിന്റെ ആട്ടോ. പ്രകാശിനെ ആ കുറ്റം ഏറ്റെടുത്തു. പ്രകാശിന് എപ്പോഴോ പോയിട്ട് അവിടെ വിരലടയാളൊക്കെ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ പ്രകാശിനെയാണ് കാണിക്കാൻ വേണ്ടി പോണത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.